പോണോഗ്രഫിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കരുത് എന്നുള്ളതാണ്. ഒറ്റയ്ക്കായാൽ പോണോഗ്രഫിക്കും മാസ്റ്റർബേഷനുള്ള സാധ്യത കൂടും. അപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ വീട്ടിലാണെങ്കിലും, ഇപ്പോൾ വീട്ടിൽ ആളുകളുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് റൂമിലിരിക്കരുത്, ബെഡ്റൂമിൽ. നമ്മളത് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് സിബ്ലിങ്സിൻ്റെ കൂടെയോ പാരൻസിൻ്റെ കൂടെയോ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക. റൂമിലിരുന്നാൽ വീണ്ടും ടെൻഡൻസി കൂടും. ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാതിരിക്കുക, വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങോട്ടോ എവിടേക്കെങ്കിലും പോയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കലൊരു പ്രശ്നമാണ്. രണ്ട്, സോഷ്യൽ മീഡിയ വല്ലാതെ ട്രിഗർ ചെയ്യും ഇത്തരം സംഗതികളിലേക്ക്. പോണോഗ്രഫി ഇസ് ദ തിയറി, റേപ്പ് ഇസ് ദ പ്രാക്ടീസ്. ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു പരാമർശമാണ്. യഥാർത്ഥത്തിൽ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്ന് അതിനെ ചർച്ച ചെയ്യാറുണ്ട്. അതിനനുകൂലിച്ചും അതിനെ പ്രതികൂലിച്ചും, അതിൻ്റെ നല്ല വശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ അതിന് ചീത്ത വശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും വ്യത്യസ്തങ്ങളായ സംവാദങ്ങൾ ഒരുപാടായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് നടന്നു കഴിഞ്ഞിട്ടുമുണ്ട്, ഇനിയും നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഇന്ന് ലോകത്ത് ഇൻഡസ്ട്രികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന $multi-billion ബിസിനസ്സുകൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയായി പോൺ ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ പോണുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അതിൻ്റെ ഉത്ഭവം, എവിടെയാണ് അതിൻ്റെ ഉത്ഭവത്തിൻ്റെ വേരുകൾ, എങ്ങനെയാണ് അത് സമൂഹത്തിലെ ആളുകൾ അതിനെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാം. അതിൽ പോണോഗ്രഫി ഇപ്പോൾ ഒരു സമൂഹത്തിൽ പുരുഷൻ്റെ ഒരു ലൈംഗിക താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ആസ്വാദനത്തിന് വേണ്ടി ഉണ്ടായി വന്നൊരു ഒരു ആസ്വാദനത്തിൻ്റെ ഒരു രൂപമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പോണോഗ്രഫി, ആ വാക്ക് തന്നെ, പോണി എന്നുള്ള വാക്ക് സത്യത്തിൽ സാധാരണ പറയുന്ന പോലെ ലാറ്റിൻ ഗ്രീക്കിൽ നിന്നൊക്കെ വന്നതാണ്. പോണി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വേശ്യ എന്നാണ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഗ്രാഫൈ എന്ന് വെച്ചാൽ എഴുതപ്പെട്ടത് എന്നുള്ളതാണ്. സത്യത്തിൽ അതിൻ്റെ ഒരു ഇത് വരുന്നത്, അതായത് ലിറ്ററേച്ചർ ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, വേശ്യകളുടെ സാഹിത്യം എന്ന രൂപത്തിലാണ് പോണോഗ്രഫി എന്നുള്ള സാധനം വരുന്നത്. അപ്പോൾ അത് പുരുഷന് ഒരു സ്ത്രീയുടെ ശരീരത്തെ സത്യത്തിൽ കണ്ടുകൊണ്ട് നന്നായി ആസ്വദിക്കാനും ലൈംഗികമായ ഉത്തേജനം നൽകാനും കഴിയും സ്ത്രീയുടെ ശരീരം. അപ്പോൾ അത് പുരുഷൻ ഒരു ആസ്വാദന തലമായിട്ട് എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചരിത്രാതീത കാലം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശില്പങ്ങളിൽ അതിൽ സ്ത്രീയുടെ നഗ്ന ശരീരം കൊത്തിവെച്ച് ആസ്വദിക്കുന്ന പുരുഷന്മാരുണ്ട്. അത് പിന്നീട് ഇങ്ങനെ വരുമ്പോൾ ചിത്രങ്ങൾ വരുമ്പോൾ സ്ത്രീയുടെ നഗ്ന ശരീരം വരച്ച് അത് ആസ്വദിക്കുന്ന, അത് കാലങ്ങൾ കഴിയുമ്പോൾ കാലത്തിലെ ഓരോ കാലഘട്ടത്തിൻ്റെയും സാങ്കേതികമായ പുരോഗതിക്കനുസരിച്ച് പോണും അതിനോടൊപ്പം വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഫോട്ടോഗ്രാഫി കണ്ടുപിടിക്കുമ്പോൾ അത് ഫോട്ടോയിലേക്ക് മാറി, വീഡിയോഗ്രാഫി കണ്ടുപിടിക്കുമ്പോൾ അത് വീഡിയോയിലേക്ക് മാറി, ഇപ്പോൾ അത് ഇൻ്റർനെറ്റിൻ്റെ തലത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ആസ്വാദനം കൂടി, അതിൻ്റെ ആക്സസ് കൂടി. ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സത്യത്തിൽ ഇപ്പോൾ മുമ്പുണ്ടായി വന്ന ഡാൻസുകൾ വരെ പെണ്ണിനെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ച് അവൾ ആടുന്നത് ചുറ്റും ഇരുന്ന് ആസ്വദിക്കുന്നതടക്കം അവളുടെ ആ ശരീരത്തെ ആസ്വദിക്കുന്ന ഒരു ഈ രൂപത്തിലുള്ള ഒരു പോൺ സാഹിത്യത്തിന്റെ പരിധിയിൽ പെടുന്നതായിട്ടൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. പണ്ടത്തെ രാജാക്കന്മാരുടെ ഹാരിമുകൾ, ദേവദാസി സമ്പ്രദായമൊക്കെ നമുക്കറിയാലോ. പെണ്ണിനെ അമ്പലത്തിലേക്ക് കൊടുത്ത്, ക്ഷേത്രത്തിലേക്ക് കൊടുത്ത് ഡാൻസ് ചെയ്യിപ്പിച്ച് പിന്നീട് അവളെ ഇവരെ ആസ്വദിച്ച് അവിടെ താമസിപ്പിച്ച് അമ്പലവാസിയായി താമസിപ്പിക്കുന്ന രീതിയൊക്കെ പോണിൻ്റെ പരിധികളിൽ വരുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. ഇതൊക്കെ പുരുഷൻ സ്ത്രീയുടെ ശരീരം ആസ്വദിക്കുന്ന ഒരു തലത്തെയാണ് സത്യത്തിൽ പോണോഗ്രാഫിയുടെ രൂപമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആക്സസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പണ്ടത്തെ ആളുകളെക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ആളുകൾക്ക് അത് പെട്ടെന്ന് ആക്സസിബിളായി മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഉയർച്ച കാരണം. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും പെട്ടെന്ന് ആക്സസിബിൾ. ഇപ്പോൾ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സമ്പന്നരായ, അല്ലെങ്കിൽ ഒന്നുകിൽ രാജാക്കന്മാർ, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായി നല്ല സാമ്പത്തിക നിലയിലുള്ള ആളുകൾക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നൊരു മേഖല ഇപ്പോൾ ഏതൊരു സാധാരണ ഒരു കുട്ടിക്ക് പോലും ആസ്വദിക്കാൻ പറ്റുന്ന, ഒരു സ്കൂളിൽ പഠിക്കുന്ന, പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്ത ഒരു വിദ്യാർത്ഥിക്ക് പോലും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യം നിലവിൽ വന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ
ഇത് നോർമലൈസ് ചെയ്യുന്നതിന് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ടില്ലേ? അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മാർക്കറ്റുള്ള ഏതൊരു സാധനത്തിനും അവിടെ ഒരു കച്ചവടക്കാരൻ വരും, ആവശ്യകതയുള്ള സ്ഥലത്തെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീയുടെ ശരീരം പുരുഷന് ആവശ്യമുള്ളതാണ് എന്നറിയുന്നിടത്ത് അതിനെ കച്ചവടം ചെയ്യുന്ന, പല രൂപത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ വരും. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ 1970 ശേഷം ഉണ്ടായ ഒരു സെക്ഷൽ റവല്യൂഷൻ, അമേരിക്കയിലെ സെക്ഷൽ റവല്യൂഷൻ, അതിനെ ഒന്ന് ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ 50കൾക്ക് ശേഷം US വന്ന പ്ലേ ബോയ് മാഗസിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ പേജ് ആയിരുന്നു. അത് പ്ലേ ബോയ് മാഗസിൻ്റെ സെൻറ്റർ പേജ് ഒരു ന്യൂഡായ, ഫുള്ളി നേക്കഡായ ഒരു പെണ്ണിൻ്റെ ചിത്രമായിരിക്കും. സത്യത്തിൽ പ്ലേ ബോയ് മാഗസിൻ വാങ്ങുന്നത് തന്നെ ഈ സെൻറ്റർ പേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സെൻറ്റർ പേജിൽ ഫോട്ടോ വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റാറ്റസ് ആയിട്ട് കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മാത്രമല്ല ഓരോ കൊല്ലം കഴിയുമ്പോഴും ബെസ്റ്റ് സെൻറ്റർ ഫിഗറിന് അവാർഡ് കൊടുക്കുന്ന സിസ്റ്റമൊക്കെ പ്ലേ ബോയ് മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ യുവാക്കൾക്കിടയിൽ സ്ത്രീ ശരീരം ആസ്വദിക്കുന്ന തലത്തെ അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ്. ലിബറൽ സെക്സിൻ്റെ തുടക്ക കാലഘട്ടമൊക്കെ. ഇത് അമേരിക്കയിൽ പിന്നെ ഇങ്ങനത്തെ പുസ്തകങ്ങൾ, ഇപ്പോൾ സെക്സ്, എറോട്ടിക് ആയിട്ടുള്ള ലിറ്ററേച്ചറുള്ള പുസ്തകങ്ങളെല്ലാം വ്യാപകമായി പിന്നെ വിറ്റഴിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ US ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുന്നുണ്ട്. ഇപ്പോൾ US പ്രസിഡൻറ്റിൻ്റെ അറ്റോർണി ജനറലായ എഡ്വിൻ മീസിൻ്റെ പേരിൽ ഇറങ്ങിയ ഒരു സ്റ്റഡി ഉണ്ട്. ഈ പോൺ ഇത്രയും പ്രചരിച്ചു അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. 86 അതിൻ്റെ റിപ്പോർട്ട് പുറത്തിറങ്ങുന്നത്, മീസ റിപ്പോർട്ട് എന്നുള്ള പേരിൽ. അപ്പോൾ ഇതിലൊക്കെ പറയുന്നത്, നമുക്ക് മീസ റിപ്പോർട്ടിലൊക്കെ ശരിക്കും പറയുന്നത് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അപകടങ്ങളെക്കുറിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പ് 68 നടന്ന ഒരു പഠനത്തിൽ കുട്ടികൾക്ക് പോണ് നിരോധിക്കുന്നുണ്ട്. കുട്ടികൾ കാണരുത്, അതുവരെ കുട്ടികൾക്ക് ലഭ്യമായിരുന്നു, എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നിരിക്കണം. അതുകൊണ്ട് അണ്ടർ 18 ആയ ആളുകൾക്ക് ഇത്തരം സാധനങ്ങൾ കൊടുക്കരുതെന്നും വിൽക്കരുതെന്നും എന്നുള്ള മാഗസീനാണോ അല്ലെങ്കിൽ വീഡിയോ പുസ്തകങ്ങൾ, ലിറ്ററേച്ചർ ആയിരിക്കും. അപ്പോൾ 86 ഇത് വന്നതിന് ശേഷം ഇതിൽ വന്ന റിപ്പോർട്ടുകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടായി. കാരണം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പോണ് സമൂഹത്തിൽ കാരണമാകുന്നുണ്ട്. പിന്നെ വളരെ വൈൽഡായ സെക്ഷൽ ഫാൻറ്റസീസ് ഉണ്ടാക്കാൻ പോണ് കാരണമാകുന്നുണ്ട്. നമ്മളുടെ പിന്നെ സെക്സിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുത്താൻ സമൂഹത്തിൽ ഇത് കാരണമാകുന്നുണ്ട്. കുട്ടികളെ പിന്നെ പോണിലേക്ക് വലിച്ചേക്കാൻ, പോണിലേക്ക് കൊണ്ടുപോകാനോ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്തിട്ട് കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഇതിന് കാരണമാകുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ പ്രശ്നങ്ങൾ, സോഷ്യൽ കോൺസിക്വൻസ് പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം എന്ന് വെച്ചാൽ എഡ്വിൻ മീസ് ആ സമയത്ത് ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ അവിടെ വരെ ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത് അദ്ദേഹം ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ പ്ലേ ബോയ് മാഗസിൻ്റെ സെൻറ്റർ പേജ് ഉയർത്തി കാട്ടിയിട്ട് ഒരു വിദ്യാർത്ഥി ഉറക്കെ മീസനോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് കാണാനുള്ളത്? അതായത് ഒരു ഫുള്ളി നേക്കഡായ ഒരു പെണ്ണിൻ്റെ ഇത് ഉയർത്തി കാട്ടിയിട്ട്. അപ്പോൾ അത്രമേൽ ഭയങ്കര പ്രശ്നം. മാത്രമല്ല ഇതിനെതിരെ പ്ലേ ബോയ് മാഗസിനും അവിടുത്തെ ഇത്തരം മാഗസിൻസ് വിൽക്കുന്ന ആളുകളും കൂടിയിട്ട് ഇതിനെതിരെ കേസിന് പോവാണ്. ഈ പോണ് കാരണം ഇത്തരം സാഹിത്യങ്ങൾ വിൽക്കുന്ന കടകൾ റെയ്ഡ് ചെയ്യണമെന്നും ഇത്തരം സാഹിത്യങ്ങൾ പിടിച്ചടക്കണം, നിരോധിക്കണം എന്നൊക്കെ ഇതിൻ്റെ പുറമെ ഉത്തരവുണ്ടായി. അപ്പോൾ ഇതിനെതിരെ പിന്നെ ഇവർ കോടതിയിൽ പോയിട്ട് ഇവർ ജയിക്കുകയാണ്. അപ്പോൾ പോണ് പിന്നെയും വ്യാപകമാവുകയാണ് ചെയ്യുന്നത്. പോണ് വ്യാപകമായി നിയമപരമായ പരിരക്ഷ കിട്ടാൻ പിന്നീട് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ച് 1995 ടൈം മാഗസിൻ്റെ ഒരു കവർ പുറത്തിറങ്ങി, സൈബർ പോൺ എന്ന് പറഞ്ഞിട്ട്. ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ 95 ഓർക്കണം, ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു നീല വെളിച്ചം മുഖത്തുണ്ട്, ഒരു ബ്ലൂ ഫിലിം കാണുന്ന ഇതിൽ. അപ്പോൾ അവിടെ നിന്നാണ് സൈബർ പോൺ, ഒരു ഇൻ്റർനെറ്റ് പോൺ എത്രത്തോളം സമൂഹത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ശരിക്കും വരുന്നത്. ഇപ്പോൾ ശരിക്ക് ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന, നമ്മൾ വെബ്സൈറ്റൊക്കെ തുറക്കുമ്പോൾ കാണുന്ന പോപ്പപ്പുകളുണ്ടല്ലോ, പോപ്പപ്പുകൾ, സബ്സ്ക്രിപ്ഷൻസ്, ശരിക്കും ഇതൊക്കെ ഇൻവെൻറ്റ് ചെയ്ത് തന്നെ പോൺ സൈറ്റുകളാണ്. കാരണം നമ്മൾ ഇൻ്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി പോപ്പപ്പുകൾ വരും. ഈ പോപ്പപ്പുകൾ തുടങ്ങിയത് തന്നെ ശരിക്ക് പോൺ സൈറ്റുകൾ തുടങ്ങി വെച്ച സാധനമാണ്. പിന്നീടാണ് അത് മറ്റുള്ളവർ കൂടി ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അഡ്വർടൈസ്മെൻറ്റ് കാരണം നമ്മൾ എന്ത് കാണുകയാണെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് ഒരു നേക്കഡായ ഒരു സ്ത്രീയുടെ ഫോട്ടോ കൊണ്ടുകൊണ്ട് നമ്മൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പിന്നെ അതിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്ന രീതി. അപ്പോൾ ഇതും കൂടി വ്യാപകമായപ്പോൾ ഇപ്പോൾ മൊബൈലിൽ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, എങ്ങനെയും കാണാവുന്ന രൂപത്തിലേക്ക് ഇത് എത്തിയപ്പോൾ ഇത് ഇത്രയും ആക്സസിബിളാണ്. അപ്പോൾ ഇവരിതിനൊരു മാർക്കറ്റായി കണ്ട്, ഇപ്പോൾ ഒരു ഹോളിവുഡ് ഇൻഡസ്ട്രി എങ്ങനെയാണോ ശരിക്കും അതേപോലെ ഒരു പാരലൽ ഇൻഡസ്ട്രി ആയിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ്, ഹോളിവുഡിനേക്കാളും ലാഭം കൊയ്യും. കാരണം ഇതിന് പിന്നെ പ്രൊഡക്ഷൻ എക്സ്പെൻസ് വളരെ കുറവാണ്. അപ്പോൾ മാത്രമല്ല ഇൻകം വളരെ കൂടുതലാണ്. പിന്നെ വെബ്സൈറ്റ് വഴിയുള്ള സബ്സ്ക്രിപ്ഷൻ വരുമാനങ്ങൾ കൂടുതലാണ്.
ഇതിന് അക്കാദമി അവാർഡ് പോലെ, നമ്മളിപ്പോൾ അക്കാദമി അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ, ഓസ്കാർ അവാർഡ് പോലെ എല്ലാ വർഷവും പോൺ സ്റ്റാറുകൾക്ക് അവാർഡുണ്ട്. ഏറ്റവും ബെസ്റ്റ് പോൺ ആക്ടറിന്, ആക്ട്രസിന്, ഡയറക്ടറിന് അവാർഡുകളൊക്കെ നടക്കുന്നുണ്ട്. അതായത് മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ സെക്സ് വർക്കറാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ അവർ പലപ്പോഴും ഒറ്റപ്പെടുന്ന അത്തരത്തിലുള്ളൊരവസ്ഥയായിരുന്നു ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ അത് മാറി അവരെ ആദരിക്കുന്ന, അവർക്ക് ഒരുപാട് ഫാൻസ് അസോസിയേഷൻ, കുറേ സ്റ്റാറ്റസ് കിട്ടുന്ന, മാത്രമല്ല ഇവർ ഇതിൻ്റെ ഒരു നോർമലൈസേഷൻ എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ സോഷ്യൽ ചാരിറ്റി വർക്കുകൾ ഇവർ ചെയ്യും. ഇപ്പോൾ വേൾഡിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 13 പോൺ സൈറ്റുകൾ ഒരൊറ്റ കമ്പനീൻ്റെ കീഴിലാണ്. കമ്പനി അടുത്ത് പേര് മാറ്റി, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരൊറ്റ കമ്പനി, പാരൻ കമ്പനിയാണ് ഈ വേൾഡിലെ ടോപ്പ് 20 വരുന്ന 13 പോൺ സൈറ്റും ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ 1-2 ചൈൽഡ് പോണുകളാണ്. അതിനെതിരെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ലീഗലാണോ? അത് അതിനെതിരെ കേസ് വന്നോ, നിരോധിക്കും ഇതൊക്കെ ചെയ്യണം. പക്ഷേ ഇപ്പോഴും ചൈൽഡ് പോൺ നടക്കുന്നുണ്ട്. കുറേ കുട്ടികൾ ഇതിലേക്ക് ഹ്യൂമൻ ട്രാഫിക്കിങ് ചെയ്തിട്ട് വരുന്നുണ്ട്. സ്ത്രീകൾ കുറേ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കുറേ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഇതിൻ്റെ നോർമലൈസേഷൻ എന്ന് വെച്ചാൽ ഇവർ കുറേ സോഷ്യൽ ചാരിറ്റി വർക്കുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ ഒരു ബീച്ചിൽ ഷൂട്ട് ചെയ്യണ ഒരു പോൺ ഉണ്ട്. ബീച്ച് കുറച്ച് വൃത്തികേടായ ബീച്ചാണ്. അപ്പോൾ അവിടെ ഒരു പോൺ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇവരെ സൈറ്റിലിട്ടിട്ട്, വേൾഡിലെ ടോപ്പ് പോൺ സൈറ്റാണ്, സൈറ്റിലിട്ടിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ പ്രാവശ്യം ഈ വീഡിയോ കണ്ടാലും ഞങ്ങൾ പിന്നെ ഈ ഓഷ്യൻസ് ക്ലീൻ ചെയ്യണ, ബീച്ചാണല്ലോ, ഓഷ്യൻസ് ക്ലീൻ ചെയ്യുന്ന ഒരു NGO ഉണ്ട്, ഓഷ്യൻ പോളിമേഴ്സ് എന്നാണ് പേര്, US അവർക്ക് ഞങ്ങൾ ഇത്ര $1 വെച്ച് കൊടുക്കും, ചാരിറ്റി ആയിട്ട്. അപ്പോൾ നമ്മളിത് കൺസ്യൂം ചെയ്താൽ നമ്മൾ ചാരിറ്റിയെ നമ്മൾ സഹായിക്കുകയാണ്, ഒരു NGOനെ സഹായിക്കുക. അപ്പോൾ നമ്മളെന്ത് ചെയ്താൽ ഇത് കണ്ടാൽ മതി. എന്നാൽ അവർ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട്, അതിൻ്റെ മലയാളത്തിൽ ഇങ്ങനെയാണ്: ഞങ്ങൾ ചെയ്യുന്നത് വൃത്തികേടായിരിക്കും, പക്ഷെ നമ്മുടെ ബീച്ച് അങ്ങനെ ആയിക്കൂടാ എന്നുള്ളതാണ്. അപ്പോൾ അവരെന്നെ പറയുന്നത് വൃത്തികേട്. അപ്പോൾ നമ്മുടെ ബീച്ച് ഒരിക്കലും വൃത്തികേടാകരുത്. ഇങ്ങനെ ഇത് 1-2 ഇപ്പോൾ ചില പ്രത്യേക അവയവങ്ങളെ ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ പുരുഷലിംഗത്തെ ഫോക്കസ് ചെയ്ത്, പുരുഷലിംഗത്തിന് ഇപ്പോൾ പോണിലൊക്കെ കാണുന്ന പറഞ്ഞാൽ ഒരു റിയാലിറ്റിക്ക് അപ്പുറത്തുള്ള സാധനങ്ങളാണ് കാണിക്കുക. പലപ്പോഴും ആളുകളുടെ ഫാൻറ്റസികളിലേക്ക് അതെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റഡ് ആണ്. ഈ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല. അതൊരു നോർമൽ പെർഫോമൻസ് അല്ല, സ്ക്രിപ്റ്റഡ് പെർഫോമൻസ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റഡായ സാധനത്തിൽ ഇപ്പോൾ പുരുഷലിംഗത്തിൻ്റെ അമിതമായ വലിപ്പം കാണിച്ചുകൊണ്ടുള്ള പോൺ വീഡിയോ എന്നിട്ട് പറയുകയാണ്, ഈ പോൺ വീഡിയോ ഓരോ 100 വ്യൂസിനും ഞങ്ങൾ US ഒരു മരം നടും. 2019 ഒക്ടോബർ വരെ ഏകദേശം 13,500 മരങ്ങൾ അവർ നട്ടിട്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ വേറൊരു പ്രൊജക്റ്റ് വന്നത് സെക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് സ്പേസിൽ പോയിട്ട് സെക്സ് വീഡിയോ ഷൂട്ട്, ഒരു പോൺ വീഡിയോ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് അതിന് നടക്കുന്നുണ്ടോ? ഈ അടുത്ത് ഒരു 2-3 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇവർക്ക് അതിന് പൈസ ഇല്ല. ഇവർ ക്രൗഡ് ഫണ്ടിങ് അനൗൺസ് ചെയ്ത് $34 ലക്ഷം വേണ്ടത്. ഒരു സ്പേസിൽ പോയിട്ട് ഒരു പോൺ വീഡിയോ ഷൂട്ട് ചെയ്യും, $34 ലക്ഷം വേണം. അങ്ങനെ ക്രൗഡ് ഫണ്ടിങ് അനൗൺസ് ചെയ്തിട്ട് $2.5 ലക്ഷം ഇവർ കളക്ട് ചെയ്തു. പക്ഷേ അത് പ്രൊജക്റ്റ് നടന്നില്ല, ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇതിന് പലരും, പിന്നെ ഇവർ ബ്രസ്റ്റ് ക്യാൻസർ വന്ന സ്ത്രീകൾക്ക് പിന്നെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് കുറേ പൈസ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്ര വീഡിയോ നമ്മൾ കാണണം. നമ്മൾ ഈ വീഡിയോ ഇത്ര കണ്ടാൽ ഇവരെന്ത് ചെയ്യും, ബ്രസ്റ്റ് ക്യാൻസർ വന്ന സ്ത്രീകൾക്ക്. ഇത് കാണുമ്പോൾ ആളുകൾക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ കാണുന്നത് ആളുകൾ അറിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവില്ല. പക്ഷേ അത് മാറ്റണം. അത് ആ ഒരു സൈക്കോളജി മാറ്റിയിട്ട് ഇതെന്തോ നമ്മൾ ലോകത്തിനെന്തോ ഉപകാരം ചെയ്യണം, സമൂഹത്തിന് ഞാനൊരു നന്മ അങ്ങനെ ഇതിനെ നോർമലൈസ് ചെയ്ത് കൊണ്ട് ഇപ്പോൾ ലോക്ക്ഡൗണിന് കുറേ ചാനലുകൾ ഫ്രീ സബ്സ്ക്രിപ്ഷൻ കൊടുത്തു. കാരണം ലോക്ക്ഡൗൺ എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ. ഇപ്പോൾ പോൺ സൈറ്റുകളുടെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ എത്ര അഡിക്റ്റഡ് ആകാൻ അതിലേക്ക് നമ്മളൊന്ന് ഹുക്ക് ചെയ്യണവരെ കൊടുക്കുന്നത് പോലെ ചെയ്യാം. ഒരു സാമ്പിൾ കൊടുക്കുന്നു, ബാക്കി അവർ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തോളൂ. ഇപ്പോൾ പോണ് ഇത് തന്നെയാണ്, ഇതൊരു $1 ബില്യൺ ഇൻഡസ്ട്രിയാണ്. നമ്മൾ കാണുന്തോറും അവർക്ക് പൈസ കിട്ടും. അപ്പോൾ നോർമലൈസേഷൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ഒരു മാർക്കറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടെക്നോളജിയുടെ ആക്സസ് നന്നായിട്ട് ഉപയോഗിക്കുന്നത് അതും നല്ലോണം ഇതിന് ഈ നോർമലൈസേഷന് കാരണമാകുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്ത് ഞാനിപ്പോൾ കണ്ട ചില വീഡിയോസ്, ആ വീഡിയോ പോണല്ല, നേരെ മറിച്ച് പോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്ന ചില വീഡിയോസ് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെയുള്ള ചില മലയാളി ചാനൽസാണ്. അതായത് യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവർ പറയുന്ന അവരുടെ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെ കോൺട്രവേഴ്സ്യൽ, ഭയങ്കര വിവാദങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചർച്ചകളാണ്. ഇപ്പോൾ കോണ്ടം ഉപയോഗിക്കുന്നതിനെ പറ്റി, അതേപോലെ
മാസ്റ്റർബേഷൻ ചെയ്യുന്നതിനെ പറ്റി, പോണോഗ്രഫിയെ പറ്റി, ഇങ്ങനത്തെ ചർച്ചകളാണ് അവർ നടത്താറുള്ളത്. കാരണം അങ്ങനത്തതിനാണ് ആളുകൾ കൂടുതൽ വ്യൂവേഴ്സ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അവർ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒരു പ്രോഗ്രാം നടത്താണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് മൈക്കെടുത്ത് ഇങ്ങനെ ഓരോരുത്തർ പോയിട്ട് അവർ ചോദിക്കുകയാണ്, ഈ ഇന്ന പോൺ സ്റ്റാറിനെ അറിയോ? അവർ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും, എന്നിട്ട് ഇന്ന പോൺ സ്റ്റാറിനെ അറിയോ എന്ന് ഓരോരുത്തരോട് ചോദിക്കും. അപ്പോൾ അതൊരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും, ഏകദേശം ഒരു 90-95% ആളുകൾക്കും ആ പോൺ സ്റ്റാർസിനെ അറിയാം എന്നിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണമുള്ള, ആളുകളോട് ഇനി അറിഞ്ഞാൽ തന്നെ പറയില്ല എന്നുള്ളതിൽ അത് മറച്ചു വെക്കുന്ന, എനിക്കറിയില്ല എന്ന് കളവ് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ആളുകൾ അതിനെ വളരെ നോർമലായി. ഇതും ആ നോർമലൈസേഷൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പോണിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിങ്ങനെ നന്മകൾ ചെയ്യുന്നു, ചാരിറ്റി ചെയ്യുന്നു, ലോകത്തിന് ഇതുകൊണ്ട് ഗുണങ്ങളാണല്ലോ എന്ന് പറയുന്ന രൂപത്തിൽ അനുകൂലമായിട്ടുള്ള വാദങ്ങളുണ്ട്. അതേസമയം ഈ പോണിന് പ്രതികൂലമായി വരുന്ന പ്രധാനപ്പെട്ട വാദങ്ങളൊന്നും അതിൻ്റെ കോൺസിക്വൻസുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇത് കാരണം ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ദൂഷ്യഫലങ്ങളെന്ന് വിശദീകരിക്കാൻ പറ്റും? കോൺസിക്വൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ഉണ്ട്, വ്യക്തിപരമായിട്ടുണ്ടാകുന്ന കോൺസിക്വൻസ് ഉണ്ട്. കാരണം ഇത് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു നോർമലൈസേഷൻ കാരണം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡോക്ടേഴ്സിനോടോ കൗൺസിലേഴ്സിനോടൊക്കെ ചോദിച്ചാൽ ഇവരൊക്കെ പറയുന്ന ഉത്തരം പോണ് കാണാമെന്നാണ്. ഇപ്പം എനിക്ക് അനുഭവമുണ്ട്. ഞാൻ കുറച്ച് കുട്ടികൾ കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആൻറ്റി ഡ്രഗ്സ് ഇതിൽ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ, നിങ്ങൾ പിന്നെ പോണ് കാണാം പക്ഷേ അഡിക്റ്റ് ആവരുത്, നിങ്ങൾക്ക് മാസ്റ്റർബേഷൻ ചെയ്യാം പക്ഷേ അഡിക്റ്റ് ആവരുത് എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ പോണ് കാണാം പക്ഷേ അഡിക്റ്റ് ആവരുത് എന്ന് പറഞ്ഞാൽ അഡിക്റ്റീവായിട്ട് ഉള്ള സബ്സ്റ്റൻസുകൾ ഇപ്പോൾ അഡിക്ഷൻ ഉണ്ടാക്കുന്നപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ജങ്ക് ഫുഡ്, കോഫി, ചോക്ലേറ്റ്, അതേപോലെ തന്നെ ഡ്രഗ്സ്, ഗാംബ്ലിങ്, ഗെയിംസ്, ഇങ്ങനെയുള്ള പിന്നെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ. ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഹൈ ഡോപ്പമിൻ റഷ് ഉണ്ടാക്കുന്ന സംഗതികളാണ്. ഈ ഹൈ ഡോപ്പമിൻ റഷ് ഉണ്ടാക്കുന്ന ഏത് ആക്ടിവിറ്റിയും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ അഡിക്റ്റഡ് ആവും. ഇപ്പോൾ പോൺ ഒരാൾ കണ്ടു, ഒരു സമയത്ത് കണ്ടു, അത് പിന്നീട് വീണ്ടും കാണാനുള്ളൊരു ഒരാഗ്രഹം ഉണ്ടാവും. കാരണം ഡോപ്പമിൻ കാരണം ഈ ഡോപ്പമിനാണ് ഈ വീണ്ടും ഡിസയർ ഉണ്ടാക്കുന്നതും ഡോപ്പമിനാണ്. ഡിസയറും ഉണ്ടാക്കും, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്ലഷറും തരും. രണ്ടും ഡോപ്പമിൻ തരുന്നതാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും കണ്ട് റിപ്പീറ്റഡ് ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന് അഡിക്റ്റ് ആവും. ഇപ്പം അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഹൈപ്പർ സെക്ഷുവാലിറ്റി പിന്നെ ഒരു മെൻ്റൽ ഡിസോർഡറായിട്ട് പറഞ്ഞു, പിന്നെ ഒബ്സസീവ് സെക്ഷൽ ഡിസോർഡർ. അത് പിന്നെ 2018 WHO ക്ലാസ്, ഇപ്പോൾ ഈ DSM അല്ലാത്ത DSM പോലെ തന്നെ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ഇറക്കുന്ന DSM പോലെ തന്നെ ഇറക്കുന്ന WHO ഇറക്കുന്നതാണ് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. അതിലെല്ലാ രോഗങ്ങളും ലിസ്റ്റ് ചെയ്യും, മെൻ്റൽ ഡിസോർഡേഴ്സൊക്കെ. അതിൽ 2018 ലിസ്റ്റ് ചെയ്ത സാധനമാണ് ഹൈപ്പർ സെക്ഷുവാലിറ്റി. പോൺ അമിതമായിട്ട് കാണുന്നവർ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉണ്ടാകും എന്നുള്ളത് തെളിഞ്ഞ സംഗതിയാണ്. ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന ഒരു ഇതിനേക്കാളും ഹൈ ആയിട്ടുള്ള സെക്ഷൽ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ സ്ഥിരമായി മാസ്റ്റർബേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്ന രൂപത്തിലുള്ള ഒരു മെൻ്റൽ സ്റ്റേജ്. അപ്പോൾ അതൊരു മെൻ്റൽ ഡിസോർഡറാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറക്കേണ്ടതാണ്. അതായത് ICD ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിൽ ലിസ്റ്റ് ചെയ്തതാണ് ഹൈപ്പർ സെക്ഷുവാലിറ്റി ഒരു മെൻ്റൽ ഡിസോർഡർ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റിയിലേക്ക് പോണോഗ്രഫി ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഹൈലി പോണ് കണ്ട് അഡിക്റ്റ് ആയ ഒരാൾക്ക് പറയുന്ന ഒന്നാണ് PPU, പ്രോബ്ലമാറ്റിക് പോണോഗ്രാഫിക് യൂസ്. കാരണം ഇത് മെൻ്റൽ ഡിസോർഡറാണ്. ഇത് പിന്നെ ഈ PPU എന്ന് പറഞ്ഞാൽ നമ്മൾ പോണ് കണ്ട് ഒരു നോർമലായിട്ട് നമ്മളൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിഞ്ഞൊരു ഇണയുമായിട്ട് നമ്മളൊരു സെക്ഷൽ റിലേഷന് സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സെക്ഷൽ അറൗസൽ ഫീൽ ചെയ്യാത്തൊരവസ്ഥ വരും. സംതൃപ്തി കിട്ടൂല, ഒന്നും തോന്നൂല്ല പ്രത്യേകിച്ച്. കാരണം നമ്മൾ ഇതിലും വലുത് എത്രയോ കണ്ടതാണെന്നുള്ളതിൽ ഇതൊന്നും ഒരു ഇരയല്ല എന്നുള്ള രൂപത്തിലുള്ളൊരു ഫീല് വരുന്നു. അപ്പോൾ ഒരു മരവിപ്പ് ഒരു തരം. അപ്പോൾ കാരണം ഒരുപാട് ഫാൻറ്റസികളിലൂടെ കടന്നു പോയിട്ട് ഒരു നോർമൽ ഇതിലേക്ക് വരുമ്പോൾ ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഡിസോർഡറിൻ്റെ ഭാഗമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പോണ് കാണുന്നവരിൽ പിന്നെ സ്വാഭാവികമായിട്ടും മാസ്റ്റർബേഷൻ ഉണ്ടാവും. മാസ്റ്റർബേഷനും നല്ല ഉണ്ടാവും. മാസ്റ്റർബേഷൻ അതിനും അഡിക്റ്റ് ആവും. അത് കൂടിക്കഴിഞ്ഞാൽ മാസ്റ്റർബേഷനും അഡിക്റ്റ് ആവും. പോണ് കാണുന്നവരിൽ അധികം നാട്ടിലൊക്കെ മാസ്റ്റർബേഷൻ ഡേകൾ വരെ നടത്തുന്നുണ്ട്. അത് ചില കോളേജുകളിലൊക്കെ
ഫെമിനിസ്റ്റുകളും അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ അതിനെ അനുകൂലിച്ചുകൊണ്ട് വളരെ വോക്കലായിട്ട് വരുന്നത് നമ്മൾ. കാരണം അത് ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. പിന്നെ എക്സാമിന് ഭയങ്കര പിന്നെ ടെൻഷൻ ഫ്രീ ആവും, കൂടുതൽ മാർക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ഫോണ് കണ്ടാലും മാസ്റ്റർബേഷൻ ചെയ്താലും നിങ്ങളെ പിന്നെ സെക്ഷൽ ലൈഫ് കൂടുതൽ ബെറ്റർ ആവും എന്നൊക്കെ അതിൻ്റെ നോർമലൈസേഷൻ്റെ ഭാഗമായിട്ട് വ്യാപകമായി ക്യാമ്പയിനിങ് നടക്കുന്ന സംഗതികളാണ്. മാത്രമല്ല ഇപ്പോൾ ആൻഡ്രൂ ഹൂബർമാൻ പോലുള്ള ചില ന്യൂറോ സയൻറ്റിസ്റ്റുകൾ അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യം, ഇപ്പോൾ ഈ ഡോപ്പമിൻ റിലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതായത് നമുക്ക് പ്രത്യേകിച്ച് അധ്വാനങ്ങളൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഡോപ്പമിൻ റിലീസാകുന്ന കാര്യങ്ങളോട് അഡിക്റ്റഡ് ആകാനാണ് നമ്മൾ കൂടുതൽ സാധ്യത ഉള്ളത്. ഇപ്പോൾ കള്ള് കുടിക്കുക അല്ലെങ്കിൽ MDMA ഇങ്ങനത്തെ മദ്യം മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളൊക്കെ അത് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്, അത് അത്ര പെട്ടെന്ന് ആക്സസിബിൾ അല്ല. പക്ഷേ പോണോഗ്രഫി അങ്ങനെയല്ല, പെട്ടെന്ന് ആക്സസിബിളാണ്. നിങ്ങൾക്ക് ഏത് മിനിറ്റിലും ആരും കാണാതെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ്. അത് നിങ്ങൾ ആക്സസ് ചെയ്താൽ നിങ്ങളുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ഒരു കള്ളു കുടിച്ച് പാമ്പായി നടന്നാൽ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും. MDMA ഉപയോഗിച്ച് പലതും തോന്നിയ പോലെ വിളിച്ചു പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും. ഇതാരും തിരിച്ചറിയില്ല, പെട്ടെന്ന് പിടിക്കപ്പെടാൻ സാധ്യത, അറസ്റ്റ് ചെയ്യൂല. മാത്രമല്ല ഇതിന് ചിലവുമില്ല, പെട്ടെന്ന് ആക്സസിബിളുമാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൂമിലാണെങ്കിലും നിങ്ങൾ സ്കൂളിലാണെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കത് ആക്സസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോപ്പമിൻ സർജ് കൂട്ടുന്ന, അതായത് ഡോപ്പമിൻ്റെ റിലീസ് കൂട്ടുന്ന, നമുക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുന്ന, സെക്ഷൽ എന്നല്ല എന്ത് തരത്തിലാണെങ്കിലും പ്ലഷർ കിട്ടുന്ന സാധനങ്ങളോട് നമ്മൾ പെട്ടെന്ന് അഡിക്റ്റ് ആവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ആ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ആ ഡോക്ടറിൻ്റെ പ്രതികരണം അത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അതിപ്പോൾ എല്ലാ സൈക്കോളജിസ്റ്റുകളും പറയുന്നതാണ്. അതെ, അവർ പറയാ നിങ്ങൾ കണ്ടോ പക്ഷെ അഡിക്റ്റ് ആവരുത്, നിങ്ങൾ ചെയ്തോ പക്ഷെ അഡിക്റ്റ് ആവരുത്. പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ ഉപയോഗിച്ചോ പക്ഷെ അഡിക്റ്റ് ആവരുതെന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ മദ്യത്തിന്റെ വിഷയത്തിലും മദ്യം കഴിച്ചോ പക്ഷെ അഡിക്റ്റ് ആവരുത്, പൈൻ്റ് അടിച്ചോ പക്ഷെ അഡിക്റ്റ് ആവരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയ സ്റ്റേറ്റ്മെന്റ് ആയി തോന്നി. മാത്രമല്ല ഇതിന്റെ ഒരു ന്യൂറോ സയന്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ശാരീരികമായ ഒരാളെ ബാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിശദീകരണം? പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PPU എന്ന് പറഞ്ഞ പ്രശ്നം വരും. പിന്നെ നോർമലായിട്ട് ഈ ഹൈ ലെവൽ ഓഫ് അഡിക്റ്റീവ് ആയിട്ട് പോണോഗ്രഫിയും മാസ്റ്റർബേഷനുള്ള ആളുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് ED, എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. അത് ലിംഗം ഉദ്ധരിക്കാത്ത അവസ്ഥ പിന്നെ പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അതേപോലെ PME, പ്രീമച്വർ ഇജാക്കുലേഷൻ, നമ്മൾ പിന്നെ ശ്രീഗ്രസ്ഖലനം എന്ന് പറയുന്ന പിന്നെ സംഗതി നമ്മൾ പറയില്ലേ, നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ടാകുന്നത് ഭയങ്കര ദ്രാവിഡാണെന്ന് പറയില്ലേ, അതേപോലെ പിന്നെ ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ്റെ പ്രശ്നമൊക്കെ ഇവരിൽ വരാം. വേറെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് വരാറുള്ളൂ. ഇപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ സംസാരിച്ചത് മറ്റേ പുരുഷൻ്റെ ലൈംഗിക ത്വരയെ സാക്ഷാത്കരിക്കാനാണ് സ്ത്രീയുടെ നഗ്നതയെ ഉപയോഗിച്ച് തുടങ്ങിയെന്നുള്ളതാണ്. അതിനെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്, അതിനെ പ്രദർശിപ്പിച്ച് തുടങ്ങിയത് എല്ലാം പുരുഷൻ്റെ കാമവികാരം പൂർത്തീകരിക്കാനാണ് എന്ന രൂപത്തിലാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ശരിക്ക് ആ ഒരു ആർഗ്യുമെൻറ്റിൽ പ്രസക്തി ഉണ്ട്. കാരണം പലപ്പോഴും സ്ത്രീകളും ഇതിന് അഡിക്റ്റാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവേകളും റിസർച്ച് ആർട്ടിക്കിൾസൊക്കെ നോക്കിയാൽ സ്ത്രീകളും ഇതിൽ അഡിക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? പലപ്പോഴും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യത്യാസം പറയുമ്പോൾ പലപ്പോഴും ഈ സെക്ഷുവാലിറ്റിയിലുള്ള വ്യത്യാസം പറയാറുണ്ട്. അതായത് പുരുഷന്മാർ സെക്ഷുവാലിറ്റി കാണുന്നത് വേറെ രൂപത്തിലാണ്, സ്ത്രീകൾ കാണുന്നത് അവരുടെ സെക്ഷൽ സ്റ്റിമുലേഷൻ, അവരുടെ ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന വ്യത്യസ്ത രൂപങ്ങളിലാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വസ്തുത എന്താണ്? അതായത് സ്ത്രീകളും ഇതിന് അഡിക്റ്റഡ് ആകുന്നു. കാരണം സ്ത്രീകളെ കുറിച്ച് സാധാരണ പറയാം അവർക്ക് കാഴ്ചയിൽ അങ്ങനെ ഉണ്ടാകാറില്ല, പുരുഷനാണ് കാര്യമായിട്ട് കാഴ്ചയിലൂടെ ഇത്തരം സെക്ഷൽ പ്ലഷർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഇല്ല, സെക്ഷൽ ലിബിഡോ പുരുഷനും സ്ത്രീക്കും ഉണ്ട്. ലിബിഡോ പുരുഷനും സ്ത്രീക്കും നല്ലപോലെ ഉണ്ട്. പക്ഷേ ലിബിഡോ ഉണ്ടാക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ ആണ്. ടെസ്റ്റോസ്റ്ററോൺ സ്ത്രീയിൽ കൂടുതലായിട്ട് വരുന്ന സമയം എന്നുള്ളത് മെനസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേ എഗ്ഗ് റിലീസാവുന്ന ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് ടെസ്റ്റോസ്റ്ററോൺ ഹൈ ആവുന്നത്. ആ സമയത്ത് എല്ലാ സ്ത്രീകൾക്കും സ്വാഭാവികമായിട്ടും ഒരു ഹൈ ലിബിഡോ ഉണ്ടാവും, നല്ലൊരു സെക്ഷൽ ഇൻറ്റിമസിക്കുള്ള ഫീൽ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് വിവാഹം കഴിച്ച ആളാണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ പാർട്ട്ണർ ഉണ്ടാവും, അതിലൂടെ അവരുടെ സംതൃപ്തിയും കാര്യങ്ങളൊക്കെ നടക്കും. വിവാഹം കഴിക്കാത്ത സ്ത്രീ ആണെങ്കിൽ അവൾക്കും ഈ ഫീൽ ഉണ്ടാവും. അതിപ്പോൾ ഒരു പുരുഷനെ കണ്ടിട്ട് ഫീൽ ആവുക അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് ശരീരം ഉണ്ടാക്കുന്ന ബയോളജിക്കലായിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ ആ ഫീലിൻ്റെ സമയത്ത് ചിലപ്പോൾ പിന്നെ പോണ് കാണുന്നവർ കൂടുതലും പുരുഷന്മാർ തന്നെയാണ്, സ്ത്രീകളിൽ കുറവാണ്. പക്ഷേ മാസ്റ്റർബേഷൻ്റെ നോക്കുമ്പോൾ പിന്നെ പോണ് കാണുന്ന സ്ത്രീകളെക്കാൾ കൂടുതൽ ചിലപ്പോൾ സ്ത്രീകൾ മാസ്റ്റർബേഷൻ ചെയ്യുന്നതുണ്ടാവും. അത് അവർ കണ്ടെത്തുന്ന പിന്നെ ഈ സെക്ഷൽ ഫീലിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കണ്ടെത്തുന്ന മാർഗ്ഗമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകളുടെ വിവാഹപ്രായം ഇപ്പോൾ കുറേ ഡിലേ ആയല്ലോ, സ്വാഭാവികമായിട്ട് ഇത്തരം മാർഗ്ഗങ്ങളിലേക്ക് ഇവർ പോകും. ഇപ്പോൾ സെക്സ് ടോയ്സ്
വളരെ വ്യാപകമാണ്. കൂടുതൽ സെക്സ് ടോയ്സ് ഇറങ്ങുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനത്രയും ഇപ്പോൾ ഡിൽഡോ ആണെങ്കിലും വൈബ്രേറ്റർ ആണെങ്കിലും എല്ലാം ഇറങ്ങുന്ന, അതും പിന്നെ ലെസ്ബിയൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ട്രാപ്പ് ഡിൽഡോ ഒക്കെ ഇറങ്ങുന്നത് ഫുള്ള് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ സെക്സ് ടോയ് മാർക്കറ്റ് അധികം പ്രൊഡക്ട്സും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരിലേക്ക് ഇത് ഇത്രയും പോകുന്നുണ്ടെങ്കിൽ അവരൊരു സെൽഫ് പ്ലഷറിലേക്കോ അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ പ്ലഷറിലേക്കോ നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പുരുഷൻ എന്നിരുന്നാലും പുരുഷൻ്റെ സ്ത്രീയെ കാഴ്ചയിൽ തന്നെ പുരുഷനെ പിന്നെ സെക്ഷലി ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ പിന്നെ എങ്ങനെയായാലും ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, റെഡ് സ്ട്രീറ്റ്സ് നോക്കുക. റെഡ് സ്ട്രീറ്റ്സ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും എല്ലാ റെഡ് സ്ട്രീറ്റ്സിലും സ്ത്രീകളാണ്. പുരുഷൻ അവിടുത്തെ കസ്റ്റമറാണ്. കാരണം പുരുഷനാണ് ആവശ്യമുള്ളത്, സ്ത്രീ അത് കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അത്തരം പോയിന്റുകൾ, ലൊക്കേഷൻസ്, റെഡ് സ്ട്രീറ്റ് പോലത്തെ സാധനങ്ങൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതേസമയം സ്ത്രീകളെ സമീപിച്ചുകൊണ്ട് പുരുഷന്മാരെ സമീപിച്ചുകൊണ്ട് സ്ത്രീകൾ ചെല്ലുന്നൊരു പുരുഷ റെഡ് സ്ട്രീറ്റ്, ഇപ്പോൾ ഗിഗോളോ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ വളരെ ചുരുങ്ങിയ പേഴ്സൻറ്റേജിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് പിന്നെ ഹൈ ലെവൽ ഓഫ് സെക്ഷൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ. ഈ ഗിഗോളോ എന്ന് പറഞ്ഞാൽ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പോൾ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ചില നമ്മൾ ഈ സ്ഥലങ്ങൾ പേര് പറയണ്ട, സ്ഥലങ്ങളല്ല, ചിലപ്പോൾ ഇപ്പോൾ ചില കോളേജ് ലെവലിൽ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചില പിന്നെ സിംഗിൾ വിമൻസ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു മോശമായിട്ടല്ല അവർ കാണുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ ഒരു ലിബറൽ സെക്ഷൽ വേൾഡിലെ നോർമൽ പ്രാക്ടീസാണ്. അപ്പോൾ ഇത് ഈ കോൾ ഗേൾസ് പോലെ ഇവർക്ക് നമ്പർ ഉണ്ടാവും, വരെ വിളിച്ചാൽ ഇവർ വീട്ടിൽ വരും, സർവീസ് കൊടുക്കും, പോകും. അങ്ങനെ ഗിഗോളോസ് ഉണ്ട് ഇന്ത്യയിലെ മെയിൻ സിറ്റീസിലൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കുറേ ആയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇപ്പോൾ ഒരു റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് സ്ത്രീകളാണ്. അവിടെയൊക്കെ പുരുഷന്മാർ ഡെയിലി സെക്സ് വർക്കേഴ്സായിട്ട് ഉള്ള സ്ത്രീകൾ. അപ്പോൾ പുരുഷനാണ് എപ്പോഴും സെക്സ് ആവശ്യമുള്ളത് എന്നുള്ളതിന് മനസ്സിലാവും. വളരെ ചെറിയൊരു ശതമാനം പിന്നെ സ്ത്രീകൾക്ക് ഇത്തരം താല്പര്യങ്ങളുണ്ട് എന്നുള്ളതും അത് സംതൃപ്തിപ്പെടുത്താൻ ചെറിയൊരു ശതമാനം മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഹൈ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള സ്ത്രീകളുണ്ടാവും. ഇതിൽ പറയുന്ന ചില കാരണങ്ങൾ അതാണ്. ഒന്ന്, ഹൈ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള സ്ത്രീകൾ. രണ്ട്, പുരുഷനെ അനുകരിക്കുന്ന സ്ത്രീകൾ. ഇവർക്ക് പിന്നെ ഹൈ ലെവൽ ഓഫ് സെക്ഷൽ ഇതുണ്ടാവും, അവർ കാഷ്വൽ സെക്സ് ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പഠനത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്തുള്ള ഹൈ ലെവൽ ഓഫ് ലിബിഡോ അവരെ ഒരു കാഷ്വൽ സെക്സിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഇതിലേക്ക് നയിച്ചേക്കാം. അപ്പം ഇങ്ങനത്തെ ചില കാരണങ്ങളാൽ പിന്നെ വളരെ ലോ സെൽഫ് എസ്റ്റീമുള്ള സ്ത്രീകൾ, ചിലപ്പോൾ അത്തരം സ്ത്രീകളും ചിലപ്പോൾ കാഷ്വൽ സെക്സിലേക്കും ഇത്തരം പ്രാക്ടീസിലേക്കൊക്കെ പോകും. കാരണം അവർക്ക് എന്നെ ആരും സമീപിക്കുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും പോകണം, അപ്പോൾ എന്നെ ആർക്കും വേണ്ട എന്ന തോന്നലിൽ നിന്ന് അവർ കുറച്ചും കൂടിയും പിന്നെ ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നെല്ലാം പഠനങ്ങളിൽ നമുക്ക് ഇത്തരം കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളിലും ഇത്തരം ഒരു പ്രാക്ടീസിങ് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതോടൊപ്പം അതായത് സ്ത്രീകൾ പോണിനെ ഉപയോഗിക്കുന്നു എന്നതൊരു കാരണം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കരുതാ സ്ത്രീകൾ അതായത് ആ വിഷ്വൽ കണ്ടിട്ടാണ്, ഫോണിൽ നടക്കുന്ന പല കാര്യങ്ങൾ കണ്ടിട്ടാണ് അവർ ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നത് എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ അടുത്ത് വായിച്ചിരുന്നൊരു റിസർച്ച് ആർട്ടിക്കിൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സയൻസ് ആർട്ടിക്കിളാണ്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട, എനിക്ക് ഭയങ്കര അത്ഭുതകരമായി തോന്നിയൊരു കാര്യമുണ്ട്. അതായത് ഫോണ് കാണുമ്പോൾ പോലും അവർ വിഷ്വലായിട്ടുള്ളത് കൊണ്ടല്ല പലപ്പോഴും സ്റ്റിമുലേറ്റഡ് ആവുന്നത്. അതായത് സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. പുരുഷന്മാരും സ്ത്രീകളും ഫോണിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ലൈംഗിക ഉത്തേജനത്തിൽ വ്യത്യാസമാണ്, ഡിഫറൻ്റ് ആയിട്ടാണ് അവർക്ക് കിട്ടുന്നത്. രണ്ടുപേരും ഉപയോഗിക്കുന്ന ഫോണിൻ്റെ രൂപങ്ങളും വ്യത്യസ്തമാണ് സെക്ഷൽ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട്. അതായത് പുരുഷന്മാർ കാര്യമായിട്ട് ശ്രമിക്കുക എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന ലൈംഗിക കേളികൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ നോക്കുക, അവരുടെ പ്രൈവറ്റ് പാർട്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുക. ഇതാ റിസർച്ച് ആർട്ടിക്കിൾ പറയുന്ന കാര്യമാണ്. അത് പുരുഷന്മാർ ഇതാണ് അവരുടെ ഫോക്കസ്, ഇതിലൂടെയാണ് അവർക്ക് ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷ്വലായി കാണുന്ന ഇവരുടെ ബോഡി ഷേപ്പ് അത് ചിലപ്പോൾ ഘടകമാകാം, പക്ഷേ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൽ സ്റ്റിമുലേഷൻ. നേരെ മറിച്ച് ഈ കഥയ്ക്ക് പിന്നിൽ ഈ കഥാപാത്രങ്ങളുണ്ടല്ലോ, ഇതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ റിലേഷൻഷിപ്പ് എന്താണ്? അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു സ്റ്റോറി ലൈൻ വെച്ചുകൊണ്ട്, പ്ലോട്ട് വെച്ചുകൊണ്ടാണ്, അതിനനുസരിച്ചാണ് അവർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നത്. അതായത് ഇത് സർവേ നടത്തിക്കൊണ്ട് അവർക്ക് ഫോണ് കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ പാർട്ടിസിപ്പൻസിനും വെച്ചിട്ട് അവർ നടത്തിയൊരു സർവേൻ്റെ അടിസ്ഥാനത്തിൽ അവരെത്തിയൊരു കൺക്ലൂഷനാണിത്. അപ്പോൾ ഇതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ സ്ത്രീകൾ വ്യത്യസ്തമായ രീതിയിലാണ് പോണിനെ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വിമൻസ് പോൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു മേഖല തന്നെ പണ്ട് എത്തിക്കൽ പോൺ എന്ന് പറയുന്നത്. അഥവാ ഇപ്പോൾ ഇറങ്ങുന്ന പോണെല്ലാം അതൊരു ആൻറ്റി വിമൻ, ഒരു സ്ത്രീവിരുദ്ധ പോണാണ്.
അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു എത്തിക്കൽ പോൺ എന്ന് പറഞ്ഞ് വേറെ തന്നെ ഒരു ഇൻഡസ്ട്രി, പിന്നെ എത്തിക്കൽ പോണുകൾ. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ഇതിലുള്ളത് നമ്മൾ പറഞ്ഞു സ്ക്രിപ്റ്റഡ് ആണ്, പിന്നെ റിയാലിറ്റിക്ക് അപ്പുറത്തുള്ളതാണ്. അപ്പോൾ അതല്ല ശരിക്കും വേണ്ടത്. പക്ഷേ ഈ എത്തിക്കൽ പോണിലുള്ളത് റിയലാണ്. അതിൽ പിന്നെ വേറെ സ്ക്രിപ്റ്റഡ് അല്ല, അതിൽ വേറെ പ്രാക്ടീസസ് കട്ട് ചെയ്തിട്ട് വേറെ ഷൂട്ട് ചെയ്യുക അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ റിയലാണ്. അപ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടിയും പിന്നെ ആസ്വദിക്കുന്നത് അങ്ങനത്തെ ഒരു ഇൻറ്റിമസിയും കാര്യങ്ങളും ആ ബോണ്ടിങ്ങും ഇതൊക്കെയാണ്. അപ്പോൾ ഇത് റിയലാണ്. രണ്ട് ശരിയായ പോൺ ഇൻഡസ്ട്രിയിൽ സ്ത്രീക്ക് പുരുഷന് തുല്യമായ വേതനം കിട്ടുന്നില്ല. ഇവിടെ എത്തിക്കൽ പോണിൽ എന്താണെന്ന് വെച്ചാൽ സാലറി അവരുടെ റെമ്യൂണറേഷനിൽ എത്തിക്കൽ പോണിൽ എന്താ വെച്ചാൽ സ്ത്രീക്ക് പുരുഷന് തുല്യമായ രണ്ടാൾക്കും ഈക്വൽ ആയിട്ടുള്ള റെമ്യൂണറേഷനാണ് കൊടുക്കുക. പിന്നെ വേറൊന്ന്, ഈ സാധാരണ പോണിലെന്ന് വെച്ചാൽ സ്ത്രീകൾക്കെതിരെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സെക്ഷൽ സാധനങ്ങൾ ചെയ്യും. ഇപ്പോൾ BDSM പോലത്തെ സംഗതികളൊക്കെ സ്ത്രീകളെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റായിട്ട്. അപ്പോൾ BDSMൻ്റെ കുറേ സാധനങ്ങൾ അതിലേക്ക് വരും. അപ്പോൾ ഒരു സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് കാണുന്നതിൽ കുറേ ചെയ്യും. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊരു എത്തിക്കൽ പോണാണ്. അപ്പോൾ ഇപ്പോൾ പല സ്ത്രീകൾക്കിടയിലും പെൺകുട്ടികൾക്കിടയിലും ഒരു ധാരണ എന്താ വെച്ചാൽ നമുക്ക് എത്തിക്കൽ പോൺ കാണാം, മറ്റേ പോൺ കാണാൻ പറ്റൂല എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അങ്ങനെ എത്തിക്കൽ പോൺ കാണുന്ന കുറേ സ്ത്രീകളുണ്ട്. ആ വിഷയത്തിൽ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. അതിൻ്റെ പേരെന്തോ ഡീഗ്രഡേഷൻ ഓഫ് വിമൻ ഇൻ പോൺ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അതായത് സ്ത്രീത്വം എന്നൊരു ഒരു അവസ്ഥയിൽ നിന്ന് അവരെ ഡീഗ്രേഡ് ചെയ്യാണ്, അവരെ തരം താഴ്ത്താണ്, അവരെ അധമരായി കാണുന്ന രൂപത്തിലുള്ള പോണിൽ അതിൻ്റെ എന്താ പറയുക സാന്നിധ്യം എന്ന രൂപത്തിലുള്ള ഒരു ആർട്ടിക്കിളായിരുന്നു. അത് ഇതിന് നല്ലൊരു റെഫറൻസ് ആർട്ടിക്കിളാണെന്ന് തോന്നുന്നു. അതായത് ഡീഗ്രഡേഷൻ ഓഫ് വിമൻ ഇൻ പോൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ, ഇപ്പോൾ സ്ത്രീകളുടെ ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിലും സ്ത്രീകൾക്ക് വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു ആസ്വാദനം ലഭിക്കാൻ അവർക്ക് തന്നെ വേറൊരു പോൺ സംഗതിയും, സത്യം പറഞ്ഞാൽ അതൊക്കെ മാർക്കറ്റിൻ്റെ കണ്ണുകളാണ്, ലാഭം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇതൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് വേറെ ഒന്ന് അവൈലബിൾ ആക്കുക, ലഭ്യമാക്കുക എന്നുള്ളൊരു സംഗതി. അതേസമയം വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ, അനുകൂലവും പ്രതികൂലമായ ചർച്ചകൾ വരുമ്പോൾ, പോണിനെ ഏറ്റവും കൂടുതൽ എതിര് നിൽക്കുന്നത് മതങ്ങളാണ്, മതവിശ്വാസികളായിരിക്കും. കാരണം അവരുടെ മതഗ്രന്ഥങ്ങൾ പറയുന്നത് പ്രകാരം ഇതിനത്രത്തോളം ഈ ചർച്ചകളിൽ സ്വാധീനം ഉണ്ടാകും എന്ന രൂപത്തിലാണ് പറയാം. കാരണം ഇപ്പോൾ സ്ത്രീ ലൈംഗികത ഒരു നമ്മൾക്ക് തോന്നിയ പോലെ ആസ്വദിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ലൈംഗികത തന്നെ നമുക്ക് തോന്നിയ പോലെ ആസ്വദിക്കാനുള്ളതല്ല. സ്ത്രീ ശരീരം പുരുഷന് അവൻ്റെ ആസ്വാദന തലത്തിൽ അവനൊരു ലക്ഷറി ആയിട്ട് കണ്ടോ ചെയ്തോ ആസ്വദിക്കാനുള്ള ഒന്നല്ല എന്ന് ഉറക്കെ എഴുന്നേറ്റ് നിന്ന് പറയാൻ കെൽപ്പുള്ളത് മതങ്ങൾക്ക് മാത്രമാണ്. അതിൽ തന്നെ ഇസ്ലാമാണ് അതിനെ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നത്. അതെ, കാരണം വസ്ത്രധാരണത്തിൽ പോലും കൃത്യമായ അത് ആണിനോടും പെണ്ണിനോടും പറയുന്നത് നിങ്ങൾ കണ്ണ് താഴ്ത്തണം എന്നാണ്. അത് കാരണം കാഴ്ചയിൽ നിന്ന് തുടങ്ങുകയാണ് ആ ബന്ധം. ഇപ്പം ഇന്ന് പറയുന്ന പിന്നെ സെക്ഷൽ എൻകൗണ്ടറിലേക്ക് കടക്കുന്ന ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബെസ്റ്റി പോലത്തെ ബന്ധങ്ങൾ എല്ലാം അതൊക്കെ ആ കാഴ്ചയിൽ തന്നെ തടയുന്ന ഒന്നാണ്. നമ്മൾ ഇസ്ലാമിൽ ശരിക്കും മിക്സിങ് തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന മതമാണ്, ആണും പെണ്ണുമുള്ള മിക്സിങ് തന്നെ. പിന്നെ സ്ത്രീയുടെ ശരീരം, ഇപ്പോൾ സ്ത്രീയുടെ ശരീരം പുരുഷന് കാഴ്ചയിൽ ഉത്തേജനം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ടച്ചിങ് ഒക്കെ കാഴ്ച അത് സ്ത്രീക്കൊരിക്കലും ഫീൽ ചെയ്യില്ല, പുരുഷന് ഫീൽ ചെയ്യും. അപ്പോൾ സ്ത്രീയുടെ ശരീരം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സ്ത്രീൻ്റെ ശരീരം നോക്കണം എന്നല്ല, നോക്കിയാൽ കണ്ടാൽ നമുക്കറിയാം അത് കർവ്ഡാണ്. അത് പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും കർവ് ഉണ്ടാവും, സൈഡിൽ നിന്ന് നോക്കിയാലും കർവ് ഉണ്ടാവും. ഈ ശരീരത്തിൻ്റെ കർവാണ് സത്യത്തിൽ പുരുഷനെ ഭയങ്കരമായി ഉത്തേജിപ്പിക്കുന്നത്. അപ്പോൾ ഈ കർവ് എന്ത് ചെയ്യാൻ പാടില്ല, അത് പുറത്തേക്ക് കാണരുത്. അങ്ങനെയാണ് ഇസ്ലാം സ്ത്രീക്ക് വസ്ത്രധാരണം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ലൂസായിട്ട് നൈസ് ട്രാൻസ്പെറൻസ് മാത്രമല്ലല്ലോ, പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണല്ലോ. പുരുഷന്മാർക്കും ടൈറ്റ് ആവാൻ പാടില്ല, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അതിൽ ചില ഇതുണ്ട്. അത് തീരെ ഇത് കാണാൻ പാടില്ല, കർവ് കാണാൻ പാടില്ല എന്ന്. കാരണം കർവാണ് സത്യത്തിൽ പുരുഷനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഗ്രാസ് റൂട്ടിൽ തന്നെ അതിനെ തടഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. പിന്നെ അവിടെ വേറൊരു പിന്നെ പിന്നെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട് നമ്മൾ പിന്നെ ഇണയായി സ്വീകരിച്ച ഒരാളുമായിട്ടല്ലാതെ ഒരു ബന്ധത്തിനും ഒരു സാധ്യതയും ഇല്ലാതാക്കിക്കൊണ്ടുള്ളൊരു സാമൂഹിക വ്യവസ്ഥയെ ഇസ്ലാം മുന്നോട്ട് വെക്കണേ. അവിടെ പിന്നെ ഇത്തരം പോണുകൾക്കോ കാര്യങ്ങൾക്കോ കാഷ്വൽ സെക്സിനോ ഒന്നും യാതൊരു പ്രസക്തി ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് പിന്നെ എന്നെ അവരെ ആസ്വദിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാനുള്ളൊരു തലം ഒരു സ്ത്രീക്കില്ല. ശരിക്കും ഇസ്ലാം അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം സ്ത്രീകൾ സംസാരിക്കുമ്പോൾ കൂടുതലും ടച്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ ക്യാമ്പസുകളിലൊക്കെ കാണണം സ്ത്രീകൾ എന്തെന്ന് വെച്ചാൽ, കാരണം ടച്ച് സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷനാണ്.
ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ തെറ്റിയാൽ പറയും ഇനി എന്നെ തുടരുത് എന്നൊക്കെ പറയും. ആണുങ്ങൾ തമ്മിൽ തെറ്റിയാൽ ഇനി എന്നെ തൊടണ്ട എന്ന് പറയില്ല. പെണ്ണുങ്ങൾ പറയണല്ലോ ഇനി എന്നെ തൊടണ്ട എന്ന് പറയണമെന്ന് വെച്ചാൽ ടച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ നമ്മളൊരു ക്യാമ്പസിൽ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ പെണ്ണുങ്ങൾ കൂടുതലും ആണുങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്യും. അത് പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കും ടച്ച് ചെയ്യും. ഈ ടച്ച് എല്ലാം പുരുഷൻ്റെ മനസ്സിൽ മറ്റ് പല വികാരങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ അടുത്തിരിക്കുന്നത് ഇന്ന് ക്യാമ്പസിലെ ക്ലാസ് റൂമുകളിലെ വീഡിയോസ് എല്ലാം റീൽസിൽ വരും, നമ്മൾ കാണുന്നുണ്ട്. പല ടൈപ്പ് അതിരുവിട്ട പ്രകടനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പുരുഷനിൽ ഉണ്ടാക്കുന്ന ചിന്ത വേറെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കോളേജിൻ്റെ പുറത്ത് കണ്ട് മടിയിൽ കയറിയിരുന്നത്, മടിയിൽ കയറി ഇരിക്കുമ്പോൾ ഈ സ്ത്രീക്ക് വളരെ ഓപ്പണായിട്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് എന്താ അതിൽ ഇത്ര പ്രശ്നം തോന്നുന്നില്ല. ഒരു പുരുഷൻ അത്ര ആത്മാർത്ഥത്തോടു കൂടി അത് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് അത് ഫീല് വേറെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അത് ഇവർക്ക് കാരണം ഒരു പുരുഷ ബ്രെയിൻ കൊണ്ട് ഇവർക്ക് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് അത് എത്രയായാലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത്തരം എല്ലാ സാധ്യതകളെയും അടക്കുന്ന മാർഗ്ഗങ്ങളാണ് ഇസ്ലാം ശരിക്കും മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ഹെൽത്തി ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഇസ്ലാം എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ മുഹമ്മദ് വിശ്വാസം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ അവയവങ്ങൾക്ക് ഓരോന്നിനും വ്യഭിചാരമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഇസ്ലാം കുട്ടികളൊക്കെയാണ്. ഇപ്പോൾ ഖുർആനിൽ തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വചനം വല തഖ്റബു സിന എന്നാണ്. നിങ്ങൾ അതിനോട് അടുത്ത് പോകരുത് എന്നാണ്. അത് ചെയ്യരുത്, അതിലേക്ക് പോകരുത് എന്നല്ല, അടുത്ത് പോകരുത് എന്നുള്ളൊരു പത്ര. ഇനി ഇത് നമ്മുടെ മതത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ നിന്ന്. അതേസമയം ഇതിനിപ്പോൾ അഡിക്റ്റ് ആയ ആളുകളുണ്ടാവും. അതായത് അവർ ചിലപ്പോൾ അതിൻ്റെ മതപരമായ വശങ്ങൾ നോക്കാതെ അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി കാരണം എങ്ങനെയാണ് സെക്ഷൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ജിജ്ഞാസ കാരണം പോണോഗ്രഫിയിലേക്ക് പ്രവേശിച്ച് പിന്നെ പോണിന് അഡിക്റ്റഡായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഭയങ്കര ഡിപ്രസ്ഡായി. അതായത് അവർക്കൊരു മോറൽ ദിലേമ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായി ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്നൊരു ബോധം അവരെ എപ്പോഴും അലട്ടുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവരതിലേക്ക് പിന്നെയും അവരെത്ര നിർത്തണം എന്ന് ആഗ്രഹിച്ചാലും പിന്നെയും പോയിക്കൊണ്ടേയിരിക്കും ചെയ്യും. മാത്രമല്ല അത് അവരുടെ പ്രധാനപ്പെട്ട ബാക്കിയുള്ള, ഇപ്പോൾ ഞാൻ വായിച്ച വേറൊരു ആർട്ടിക്കിളിൽ പറയുന്നൊരു സാധനം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അത് പോണോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, എല്ലാ തരം അഡിക്ഷൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കോൺസിക്വൻസുകളിലൊന്ന്, അനന്തരഫലങ്ങളിലൊന്ന്, ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയേഴ്സിനെ അത് തടസ്സമുണ്ടാക്കുന്നതാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു ഗോളുണ്ട്, എനിക്കൊരു IAS ഓഫീസറാണെന്ന് ഗോളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കേണ്ട കുറേ എഫേർട്സ് ഉണ്ട്. എനിക്ക് എൻ്റെ ഡെയിലി റുട്ടീൻ ഞാൻ ഉണ്ടാക്കണം, എനിക്ക് എൻ്റേതായ ചില ശീലങ്ങൾ ഉണ്ടാവണം. ഇത്ര സമയത്ത് എനിക്ക് പഠിക്കണം, ഇത്ര സമയത്ത് എനിക്ക് ബ്രേക്ക് എടുക്കണം എന്ന ശീലങ്ങളുണ്ടാവും. ഇതൊക്കെ എൻ്റെ ഗോൾ ഓറിയൻറ്റഡ് ആണ്. എൻ്റെ ഗോൾ എന്താ IAS ആവണം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുക്കുന്ന കുറച്ച് ശീലങ്ങൾ, ഞാൻ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ബിഹേവിയേഴ്സ്, ചില എന്താ പറയുക, ബിഹേവിയേഴ്സിന് മലയാളത്തിൽ സ്വഭാവം, ചില ശീലങ്ങൾ എന്ന് രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അങ്ങനെ രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അഡിക്ഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്വഭാവങ്ങൾ അത് വല്ലാതെ ബാധിക്കും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മദ്യപിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മദ്യപിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പെട്ടെന്ന് ഇതിൽ നിന്ന് ജീവിതത്തിൻ്റെ പ്രയോറിറ്റി മാറും. മദ്യപിക്കാൻ അവസരം കിട്ടിയാൽ കൂട്ടുകാരൊന്ന് വിളിച്ചാൽ പെട്ടെന്ന് മൈൻഡ് പോകും അങ്ങോട്ട്, അപ്പോൾ അങ്ങോട്ട് പോകും. ഇതേപോലെ ഫോണാണെങ്കിൽ ഇതിനേക്കാളും എളുപ്പത്തിലാണ്. കാരണം പൈസ കൊടുക്കേണ്ട ഒന്നും ചെയ്യേണ്ട, റൂമിൽ നിന്ന് കിട്ടും. ഇപ്പോൾ തീരുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും തുടങ്ങുക. പക്ഷേ പിന്നെ ആ ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയേഴ്സിന് തന്നെ അവൻ്റെ ഒരുപാട് സമയം പോകും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ മതവിശ്വാസികൾ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല എന്ന് സൂചിപ്പിക്കാനായത് പറഞ്ഞത്. അതായത് ഒരു സെക്കുലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പോലും പോണ് കാരണം അവരുടെ കരിയറിനെ ബാധിക്കുന്ന, അവരുടെ പഠനത്തെ ബാധിക്കുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യും? ഇതാണ് ചോദ്യം. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും നമ്മളൊരു കുടുംബനാഥനായിരിക്കുമ്പോൾ ഒരു കരിയറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന പ്രയോറിറ്റീസ് ഉണ്ട്. ആ പ്രയോറിറ്റീസ് നമ്മളെ പഠനത്തെ, നമ്മളുടെ ജോലിയെ, നമ്മളെ കുടുംബത്തെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ അഡിക്ഷനിലേക്ക് പോകുന്നില്ല. അത് അഡിക്ഷൻ ഗാംബ്ലിംഗ് ആണെങ്കിലും പിന്നെ മദ്യമാണെങ്കിലും മറ്റ് ലഹരികളാണെങ്കിലും ഫോണാണെങ്കിലും എല്ലാം അതിലേക്ക്, ഇതിനെല്ലാം ഈ പ്രയോറിറ്റി എന്ത് മുമ്പിൽ വന്നാലും അതിനെ മാറ്റി വെച്ചുകൊണ്ട് അതിലേക്ക് പോകും. അപ്പോൾ അത് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാന്ന് പറയില്ലേ, ഭയങ്കര ഒരു അച്ചടക്കമില്ലാത്തൊരു ജീവിതശൈലിയിലേക്ക് പെട്ടെന്ന് പോകുന്നതാണ് ഇത്തരം അഡിക്ഷൻസ് എല്ലാം. അപ്പോൾ ഈ അഡിക്ഷൻ, ഏത് അഡിക്ഷനാണെങ്കിലും ആദ്യം ചെയ്യേണ്ടതിന് ഡിറ്റാച്ച്മെൻറ്റാണ്. അതായത് ആ സംഗതിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ രണ്ട് സംഗതികൾ എല്ലാ അഡിക്ഷനും ഉണ്ടാകും. ഒന്ന് പിന്നെ വിഡ്രോവൽ സിൻഡ്രോംസ് ഉണ്ടാവും. അപ്പോൾ അത് ഭയങ്കരമായ ടെംപ്റ്റേഷനെ അടക്കി നിർത്താൻ ഉള്ള ഒരു ഇത് കഴിയണം. അപ്പോൾ അതിന് മെൻ്റൽ, ഇപ്പോൾ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടുള്ള വിഡ്രോവൽ സിൻഡ്രോംസ് ഉണ്ടാവും. അത് നമ്മളെല്ലാ അഡിക്ഷനും പ്രതീക്ഷിക്കണം. ഈ മദ്യത്തിനും
അതെ, അതിന് മയക്കുമരുന്നിലൊക്കെ അഡിക്റ്റഡ് ആയാലും ഈ വിറക്കലൊക്കെ വിറക്കലൊക്കെ അല്ലേ? ഉണ്ടാവും. അങ്ങനെ അത് പല അതിന്റെ രൂപത്തിലുള്ള സമയത്തിന് സിംറ്റംസ് ഉണ്ടാവും. കഴിക്കാതെ ആങ്സൈറ്റി ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, വൊമിറ്റിങ്, ഇങ്ങനെ പല വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തത് നമ്മുടെ ബ്രെയിൻ അതിനോട് ടോളറേറ്റ് ആവുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതായത് നമ്മളെ ഈ അഡിക്ഷൻ്റെ ഏതൊരു വസ്തുവിന് അഡിക്റ്റഡ് ആയാലും നമ്മളറിയാതെ അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരും. ഇപ്പോൾ മദ്യം കഴിക്കുന്ന ആൾ ഇപ്പോൾ 200 മില്ലിയാണ് ആദ്യം കഴിച്ചതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസം എല്ലാ ദിവസവും 200 മില്ലി വെച്ച് കഴിച്ചു. അപ്പോൾ പിന്നെ അയാൾ രണ്ടാമത്തെ മാസം ചിലപ്പോൾ 400 മില്ലി കഴിച്ചാലേ കഴിഞ്ഞ മാസം 200 മില്ലി കഴിച്ചതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അത് ബ്രെയിൻ ടോളറേറ്റ് ആവണമെന്ന്. അപ്പോൾ ഈ ടോളറേഷനും വിഡ്രോവലും അഡിക്ഷൻ്റെ 2 പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് ഒന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഹൈ ടെംപ്റ്റേഷനും വിഡ്രോവൽ സിംറ്റംസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അഡിക്ഷൻ്റെ സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എൻവയോൺമെൻറ്റൽ ക്യൂസ് ഉണ്ട്. നമ്മൾ അമിഗ്ഡലയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചില ക്യൂസ് ഉണ്ട്. ഈ ക്യൂസിന് എന്ന് പറയുന്നത് എന്താ? ചില സൂചനകൾ, സിഗ്നലുകൾ ഒക്കെ, അല്ലെങ്കിൽ ചില അടയാളങ്ങൾ. ഞാൻ മദ്യത്തിന് അഡിക്റ്റഡ് ആണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ മദ്യത്തിന് വിളിക്കുന്നത് ഒരു ക്യൂ ആണോ? കാരണം ഇതിന് പ്രേരിപ്പിക്കുന്ന അടയാളങ്ങൾ ആ സുഹൃത്തുക്കളുമായിട്ടുള്ള പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കത്തിനുള്ള സാധ്യതകളെ കൂടി ഇല്ലാതാക്കണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ എൻ്റെ ക്യൂ എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തുക്കൾ മാത്രമല്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പബ്ബിൽ പോയി സ്ഥിരമായി മദ്യക്കെന്ന് വെച്ചാൽ ഞാൻ മദ്യത്തിന് അടിമയായി. അപ്പോൾ ഞാൻ പബ്ബ് പോയിട്ട് മതി. പബ്ബിലൊന്നും DJ പാർട്ടി ഉണ്ടാവും, അതിലിങ്ങനെ ഒരു മൈക്കും ഉണ്ട്. അപ്പോൾ ഞാൻ മദ്യപിക്കുമ്പോൾ എന്നും ഈ DJ പാർട്ടി കാണും, ഈ മൈക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മൈക്ക് ഇതൊക്കെ കാണുമ്പോൾ അത് ഇതൊരു ക്യൂ ആണ്. ഇത് നമ്മൾ തലച്ചോറിൽ സ്റ്റോറേജ് ക്യൂ. അപ്പോൾ ഞാൻ മദ്യം നിർത്താൻ തീരുമാനിച്ചു. പിന്നീട് ഞാൻ വേറെ ഏതൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇതേ മൈക്ക് കണ്ടു. സ്വാഭാവികമായിട്ട് ആ ക്യൂ എന്നെ ട്രിഗർ ചെയ്തിട്ട് വീണ്ടും എനിക്ക് മദ്യത്തിലേക്കുള്ള ഭയങ്കരമായ ടെംപ്റ്റേഷൻ വരും. അപ്പോൾ കംപ്ലീറ്റ്ലി ക്യൂവിന് എന്ത് ചെയ്യണം ഇല്ല, അത് ഫ്രണ്ട്സ് വരും, ആ സ്ഥലങ്ങൾ വരും, ആ സാഹചര്യങ്ങൾ വരും, ഇത്തരം സംഗതികൾ വരും. ഇതിനൊക്കെ ഇല്ലാതാക്കണം. അപ്പോൾ ഒരു പ്രണയത്തിൽ പെട്ടാൽ, പ്രണയം തന്നെ ഒരു അഡിക്ഷനാണ്. പ്രണയത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ നമ്മൾ സാധാരണ പറയും ഈ ക്യൂസൊക്കെ ഇല്ലാതെ. കാരണം ഇവർ തമ്മിൽ ഒരുമിച്ച് നിന്ന ഫോട്ടോസ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണം, പിന്നെ സ്റ്റോർ ചെയ്ത പേര് ഡിലീറ്റ് ചെയ്യണം, ഇവർ തമ്മിൽ അയച്ച മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യണം, ഇവർ ഒരുമിച്ച് പോയിരുന്ന കഫേകളോ പാർക്കുകളോ അവിടേക്കൊന്നും പിന്നെ പോകാതിരിക്കണം. ഇതൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഇവൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ വരുന്ന ബസ്സിന് ഇവിടെ പേരായിരിക്കും. അതുപോലും ഇവ എന്ത് ചെയ്യും, ഈ ക്യൂ ആയിട്ട് ട്രിഗർ ചെയ്യും. അപ്പോൾ ഇവളെ പേര് പോലും എവിടെയെങ്കിലും എഴുതി വെച്ചത് കാണാതിരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ വീണ്ടും ക്യൂ വരും, വീണ്ടും അതിലേക്ക് പോകാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ ഇത് നമ്മൾ ഈ ക്യൂസ് ഇല്ലാതാക്കിയിട്ട് ഇതിനൊരു ഡിറ്റോക്സ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് മൂലം ഉണ്ടായ ഡോപ്പമിൻ്റെ റഷിനെ ഒന്ന് തണുപ്പിച്ച് കൊണ്ടുവരാൻ അതിങ്ങനെ ഒരു 1 മന്ത് 2 മന്തിലേക്ക് ഈ ഡിറ്റാച്ച്മെൻറ്റിൽ പോകണം. അപ്പോൾ അതിനിങ്ങനെ പോകുമ്പോൾ ഭയങ്കരമായ ടെംപ്റ്റേഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മീനിങ് ഫുള്ളായ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ് ആകാൻ കൂടി നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ പോണോഗ്രഫിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കരുത് എന്നുള്ളതാണ്. ഒറ്റക്കായാൽ പോണോഗ്രഫിക്കും മാസ്റ്റർബേഷനുള്ള സാധ്യത കൂടും. അപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ വീട്ടിൽ ആളുകളുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് റൂമിലിരിക്കരുത്, ബെഡ്റൂമിൽ. നമ്മളത് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് സിബ്ലിങ്സിൻ്റെ കൂടെയോ പാരൻസിൻ്റെ കൂടെയോ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക. റൂമിലിരുന്നാൽ വീണ്ടും ടെൻഡൻസി കൂടും. ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാതിരിക്കുക, വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങോട്ടോ എവിടേക്കെങ്കിലും പോയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കലൊരു പ്രശ്നമാണ്. 2, സോഷ്യൽ മീഡിയ വല്ലാതെ ട്രിഗർ ചെയ്യും ഇത്തരം സംഗതികളിലേക്ക്. സോഷ്യൽ മീഡിയ കുറച്ച് കാലത്തേക്ക് ഇരിക്കൽ മാത്രമല്ലല്ലോ, അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്നതും ചിലപ്പോൾ വെറുതെ ഇരിക്കണം. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എൻഗേജ് ആയിക്കൊണ്ടല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും വെറുതെ ഇരിക്കുന്നതും പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഗതികൾ, ഈ ക്യൂസ് ഒഴിവാക്കുക, നമ്മളെവിടെയെങ്കിലും എൻഗേജ് ആവുക, പിന്നെ അതാണ് ഇതിന്. പിന്നെ നമ്മൾ ആരോടെങ്കിലും അക്കൗണ്ടബിൾ ആകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതായത് ഒരാൾ ചോദിച്ചാൽ അയാളോട് നമ്മളുടെ എല്ലാത്തിനെ കുറിച്ച് ഒരു ആൻസറബിൾ ആവുക എന്നുള്ളത്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളുടെ സൃഷ്ടാവിനോട് അക്കൗണ്ടബിളാണ്. കാരണം സൃഷ്ടാവ് എന്നെ എപ്പോഴും കാണുന്നുണ്ടെന്നും ഞാൻ അവനോട് ഉത്തരം നൽകേണ്ടതാണ് എന്നുള്ളതും നമ്മളൊരു അക്കൗണ്ടബിലിറ്റി ഫീലുണ്ട്. ഈ അക്കൗണ്ടബിലിറ്റി ഫീൽ സത്യത്തിൽ നമ്മളെ ഇങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും വേർപ്പെടുത്താനുള്ള ഏറ്റവും വലിയൊരു ത്രെഡാണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വിശ്വാസി അല്ലാത്ത ആളാണെങ്കിലും ഒരു ഉമ്മാനോട് ഉപ്പാനോട് അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ഒരാളോട് നമ്മൾക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായാൽ അത് സത്യത്തിൽ ഇത്തരം അഡിക്ഷൻ മാറാൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ. പുസ്തകം വായിച്ചത് ഈ വിഷയത്തിൽ, പോൺ ട്രാപ്പ് ഹൗ ടു ഓവർകം പോണോഗ്രഫി എന്നോ പോൺ അഡിക്ഷൻ എന്നോ അങ്ങനെ എന്താണ് പുസ്തകത്തിന്. പോൺ ട്രാപ്പ് എന്ന് അടിച്ചാൽ തന്നെ കിട്ടുക പുസ്തകം. ആ പുസ്തകം 2 ദമ്പതികളായ സെക്സോളജിസ്റ്റുകൾ എഴുതിയതാണ്. അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എത്ര പോൺ ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ചാലും ശരി, നിങ്ങളെപ്പോഴും അത് ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവണം. അതായത്
ഇത് ഒഴിവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ആ ചെയ്യുക. കമ്മ്യൂണിറ്റിയോട് നമ്മൾ അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ടബിൾ ആണ്. accountability keep ചെയ്യണം. അതെ. അതുകൊണ്ടാണ് അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. അത് വിശ്വാസികൾക്ക് അനുഗ്രഹം, നമ്മൾ അള്ളാഹുവിനോട് അക്കൗണ്ടബിൾ ആണ്. ചില സമയത്ത് ഇപ്പോൾ വിശ്വാസം കുറഞ്ഞ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസം തീരെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇത്തരം അവരാരെങ്കിലും കണ്ടെത്തണം, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകളെ ഇങ്ങനത്തെ ആരെങ്കിലും കണ്ടെത്തണം. പക്ഷെ അവിടെയും സൈക്കാട്രിസ്റ്റുകളെ കാണുമ്പോൾ ഇപ്പത്ര അത് കുഴപ്പമില്ല എന്ന് പറയുന്ന സൈക്കാട്രിസ്റ്റുകളെ കാണരുത്. അപ്പോൾ ഇത് എന്നെ വല്ലാതെ ബാധിക്കുന്നു, ഇതൊരു അഡിക്ഷനാണ് എന്ന് പറഞ്ഞാലെങ്കിലും അത്തരത്തിലുള്ള സൈക്കാട്രിസ്റ്റുകൾ അത് മാറ്റാൻ സാധ്യതയില്ലേ? അഡിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കും, മാറ്റാനുള്ള തെറാപ്പി ചെയ്യും, അവർ ചില ബിഹേവിയർ തെറാപ്പികൾ ചെയ്യും, CBT പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അവരുടെ ഈ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമ്പയിനിങ്ങിൻ്റെ ഒരു നോർമലൈസേഷനിൽ ഇന്നത്തെ സൈക്കോളജിസ്റ്റുകൾ അടക്കം, കാരണം അവർ പഠിക്കുന്നതും ഇങ്ങനത്തെ സംഗതികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സംഗതികളിൽ നിന്നൊന്നും മനുഷ്യനെ തടയേണ്ടതല്ല, അതൊരു തരം സ്ട്രെസ് റിലീഫിൻ്റെ ഒരു മാർഗ്ഗമാണെന്ന രൂപത്തിലാണ് അവർ കാണുന്നത്. അപ്പോൾ അവരത് ചെയ്തോ അഡിക്റ്റ് ആവരുതെന്നാണ് പറയുക. അഡിക്ഷൻ മാറ്റി കൊടുത്താലും അവർ പറയാൻ സാധ്യത കുറച്ചൊക്കെ ചെയ്തോ എന്നുള്ളതായിരിക്കും. അങ്ങനൊരു പ്രശ്നം കൂടി അതിലുണ്ട്. ഏതായാലും മാത്രമല്ല, ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചത്, തുടക്കത്തിലൊരു വാചകം പരാമർശിക്കപ്പെടുന്നൊരു വാചകം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതായത് പോണോഗ്രഫി ഇസ് ദ തിയറി, റേപ്പ് ഇസ് ദ പ്രാക്ടീസ്. ഇതാണ് ആ പരാമർശം. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഫോണ് കാണുന്ന സമൂഹത്തിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഫോണിന് അഡിക്റ്റായ ആളുകളുള്ള സമൂഹത്തിൽ, ഒരുപാട് ഹൈപ്പർ സെക്ഷലായിട്ടുള്ള ആളുകളുള്ള സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഇവർ അവസരം കിട്ടിയാൽ ചിലപ്പോൾ സാധ്യത, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ കാരണം ഫോണ് കണ്ട് അതിലെ പ്രാക്ടീസ്, അതിലെ ഫാൻറ്റസികൾ ആസ്വദിക്കാനുള്ളൊരു ത്വരയൊക്കെ പുരുഷനിലുണ്ടാവും. ചിലപ്പോൾ അതിന് മാർഗമില്ലാത്ത ആളാണെങ്കിൽ, ഇത്തരം എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അവനത് ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പൊട്ടൻഷ്യൽ, ഒരു പുരുഷൻ എത്രത്തോളം പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേ പോലത്തെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ എല്ലാ പുരുഷന്മാരും റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാഹചര്യം കിട്ടിയാൽ ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുരുഷന്മാരിൽ നടത്തിയൊരു പഠനമാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു പേപ്പർ ഷീറ്റ് കൊടുത്തിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സ്ത്രീയെ ഫോഴ്സ്ഫുള്ളി സെക്സിലേക്ക് കൊണ്ടുവരാം, റേപ്പ് ചെയ്യാം, ഫോഴ്സ്ഫുള്ളി സെക്സിലേക്ക് കൊണ്ടുവരാം. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ, വീട്ടിൽ നിങ്ങളുടെ സ്പൗസ് ആരും അറിയില്ല. ഇതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ഉണ്ടാവില്ല, കേസ് ഉണ്ടാവില്ല, ഒന്നുമില്ല. മീഡിയ അത് റിപ്പോർട്ട് ചെയ്യില്ല, ഒരു കുട്ടി ഇതറിയില്ല. നിങ്ങൾക്കൊരു ദൂഷ്യമായ നിങ്ങളുടെ സ്റ്റാറ്റസിനോ നിങ്ങളുടെ ഇതിനോ ഒന്നും പറ്റില്ല. എന്നാൽ നിങ്ങളിത് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ്. അതിൻ്റെ റിപ്പോർട്ട് 35% പേര് യെസ് എന്നാണ് പറഞ്ഞത്, 65% നോ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് 35% കുറവാണെങ്കിലും ഒരു സൊസൈറ്റിയിൽ 35% ആളുകൾ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണെന്നുള്ള ഇറ്റ്സ് അലാമിംഗ്ലി ഹൈ ആണ്. അപ്പോൾ ഈ 65%-ൽ തന്നെ ഈ നോ എന്ന് പറഞ്ഞ 65%-ൽ കൂടുതലും മതവിശ്വാസികളാണെന്നും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ 35% പുരുഷന്മാരും ഒരവസരം കിട്ടിയാൽ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ഫോഴ്സ്ഫുള്ളി പോലും സെക്സും ആസ്വദിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകളെ ഈ പോണോഗ്രഫി എല്ലാം കൂടുതൽ ഹൈപ്പർ സെക്ഷലാക്കുകയും അവരിങ്ങനത്തെ സാധ്യതകൾ ഉപയോഗിക്കാൻ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ പുരുഷന്മാർ പിന്നെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ സെക്സ് വർക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഇന്നത്തെ ലിബറൽ സൊസൈറ്റി സംസാരിക്കുക. ഇപ്പോൾ ഫെമിനിസ്റ്റുകളാണെങ്കിലും അതും ഒരു സ്റ്റാറ്റസ് ഉള്ള വർക്കാണ് എന്ന രൂപത്തിലാണ്. പക്ഷേ നമ്മളതിനെ കാണുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ റേപ്പ് പോലെ തന്നെയാണ് സെക്സ് വർക്കും എന്നുള്ളതാണ്. രണ്ടും ഫോഴ്സ്ഫുള്ളിയാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഫോഴ്സ്ഫുൾ? ഒരു സെക്സ് വർക്കർ സ്വയം സെക്സ് വർക്കർ ആകാൻ വരുന്നതായിട്ട് നമുക്ക് തീരെ കാണാൻ കഴിയില്ല. എന്തെങ്കിലും സാധ്യത കിട്ടിയാൽ അവിടെ നിന്ന് ഒഴിവാകാനാണ് നോക്കുക. ഏതെങ്കിലും ട്രാപ്പിൽ പെട്ടിട്ട് സെക്സ് വർക്കർ ആകാൻ വന്നവരാണ് കൂടുതൽ. ഞാൻ ആ ഏരിയയിൽ കുറച്ച് പഠനങ്ങൾ ഇൻഫോർമലായിട്ട് നടത്തിയതുകൊണ്ട് ഉള്ള ഇതൊരു പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും സാധ്യത കിട്ടിയാൽ അവർ അതിൽ നിന്ന് ഒഴിവാകാൻ തയ്യാറാണ്. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ ട്രാപ്പിൽ പെട്ട് വന്നവരാണ് കൂടുതൽ. അപ്പോൾ ഇവർക്ക് മുമ്പിൽ ഈ സെക്സ് ട്രാഫിക്കിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വേൾഡിൽ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളത് ദരിദ്ര രാജ്യങ്ങളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അടുത്തേക്ക് പോകുന്നത് സമ്പന്ന രാഷ്ട്രങ്ങളിൽ നിന്ന ആളുകളാണ്.
ഇത് രാജ്യങ്ങൾ കടന്ന് നമ്മളെ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്തോ നാട്ടിലോ യാത്ര ചെയ്യുന്ന രാജ്യങ്ങൾ കടന്ന് പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി യാത്രകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തായ്ലൻഡിനെ പോലുള്ള രാജ്യങ്ങളെല്ലാം എന്ന് പറയാറുണ്ട്. അതെ, അവിടുത്തെ അത്രയും അതിനായിട്ട് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരും. ഒരു സെക്സ് ടൂറിസം എന്നുള്ളൊരു ടൂറിസ്റ്റ് രൂപത്തിലാണ് വളരുന്നത്. അപ്പോൾ കൂടുതലും ഈവൺ ഇപ്പോൾ പട്ടാളക്കാർക്ക് ഉള്ള പിന്നെ ഇടയ്ക്കുള്ള അവരുടെ വെക്കേഷന് അവർക്ക് കൊടുക്കുന്നത് തായ്ലൻഡ് പോലത്തെ രാജ്യങ്ങളിലാണ്. അവിടുത്തെ റിസോർട്ടുകളിൽ കാര്യങ്ങളിലൊക്കെ ആർമികളിൽ പല രാജ്യത്തെ ആർമികളിലടക്കം. അപ്പോൾ ഇത് ഒന്ന് ഇവരെ പിന്നിലൊരു ഇക്കണോമിക്കലായിട്ടുള്ളൊരു പ്രഷർ ഈ സ്ത്രീകളിലുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നുള്ളൊരു പ്രഷറുണ്ട്. അപ്പോൾ റേപ്പ് ആണെങ്കിലും സെക്സ് വർക്ക് ആണെങ്കിലും അവിടെ ഒരു പ്രഷറുണ്ട്, അവിടെ കൺസെൻ്റ് ഇല്ല. സത്യത്തിൽ സെക്സ് വർക്കിനും സത്യത്തിൽ അവളൊരു കൺസെൻറ്റ് ശ്രദ്ധിക്കുക. ഈ പ്രഷറിൻ്റെ മേലായതുകൊണ്ട് തന്നെ കൺസെൻറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തത്, ഇവർ രണ്ടുപേരും സെക്സ് ആസ്വദിക്കുന്നില്ല. റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു സ്ത്രീ വിക്റ്റിമാണെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും സെക്സ് ആസ്വദിക്കുന്നില്ല, അവളുടെ മേലൊരു അക്രമം നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടും അവരുടെ അടുത്ത് വരുന്നൊരു കസ്റ്റമർ അടുത്ത് നിന്ന് സെക്സ് ആസ്വദിക്കുന്നില്ല. അവരതൊരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പുരുഷൻ പിന്നീട് സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് അവരെ സാറ്റിസ്ഫാക്ഷൻ തീർക്കണമെന്നുള്ളതും സമൂഹത്തിന് ദോഷമാണ്. അത് സ്ത്രീകളെ ഡീഗ്രേഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ദോഷം തന്നെയാണ്. നമ്മൾ സമൂഹത്തിൻ്റെ ഒരു സേഫ്റ്റി വാൾവാണ് സെക്സ് വർക്കേഴ്സ് എന്നൊക്കെ പറയുമെങ്കിലും, എന്ന് ലിബറൽ സൊസൈറ്റിയിൽ നമ്മൾ പറയുമെങ്കിലും, സത്യത്തിൽ സംഭവിക്കുന്നത് അവിടെയും കൺസെൻ്റ് ഇല്ല, അവിടെയും ആസ്വാദനമില്ല. പിന്നെ എന്ത് രൂപത്തിലുള്ള വർക്കാണ് അവർ ചെയ്യണമെന്നുള്ളതാണ്. അവരും ഇതിന് പ്രഷർ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി, പോണോഗ്രഫി പോലത്തെ സംഗതികളെല്ലാം സൊസൈറ്റിയിൽ ഇത്തരം തിന്മകൾ നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വശം നമ്മൾ പറഞ്ഞു, അതെങ്ങനെയാണ് നോർമലൈസ് ആയത് എന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികളായ മതത്തിൻ്റെ വീക്ഷണം എങ്ങനെയാണ് അതിൽ സഹായകമാകുന്നതെന്ന് പറഞ്ഞു, റിക്കവറിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ നമ്മൾ ആദ്യത്തെ ഉപയോഗിച്ച ആ ടേം, ആ ഒരു പരാമർശം, അതായത് പോൺ ഈസ് ദ തിയറി, റേപ്പ് ഈസ് ദ പ്രാക്ടീസ്, ഇതായിരുന്നു ആ പരാമർശം. അത് എത്രത്തോളം ശരിയാണ് എന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ സമർത്ഥിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം പ്രയാസങ്ങൾ ഉള്ള, അതിലേക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ഇതിൽ സംസാരിച്ചു കഴിഞ്ഞു. അതിന് റിക്കവറി ആവശ്യമുള്ള ആളുകൾ, അത്തരത്തിൽ റിക്കവറി പ്രൊവൈഡ് ചെയ്യുന്ന, അത് ലഭ്യമാക്കുന്ന സൈക്കാട്രിസ്റ്റുകൾ പോലെയുള്ള ആളുകളെ പോയി കാണേണ്ടതാണ്. അത്തരം അഡിക്ഷനുകൾ നമ്മുടെ കരിയറുകളെ തന്നെ ബാധിച്ചേക്കാം. വെറും ഒരു മതപരമായ പ്രശ്നമായിട്ടല്ല, ഒരു സെക്യുലർ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോലും കരിയറിനെ ബാധിക്കുന്ന, നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന, നമ്മുടെ ചിന്താശേഷിയെ ബാധിക്കുന്ന ഒക്കെയുള്ള ഒരു വലിയ പ്രശ്നം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അസ്സലാമു അലൈക്കും.